الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الدين عند الله الإسلام ربنا لك الحمد كثيرا طيبا مباركا فيه السلام عليكم ورحمة الله وبركاته my beloved sisters. നമ്മളെ ഇന്നത്തെ വിഷയം അതായത് ദുൽഹിജ്ജ ഈ 10 ദിവസത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇനി സ്വതക്കയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി ഖാലൂ ലാ വലാ ജിഹാദു ഖാല വലാ ജിഹാദു ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ഷൈഅൻ. അതായത് ഈ 10 ദിവസത്തെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഏതൊരു കർമ്മത്തിനും ഒരുപാട് പ്രതിഫലമുള്ള ഒരു മഹത്തായ സുദിനങ്ങൾ ആണ് ഇതെന്ന വസ്തുത നമുക്ക് ഈ അടുത്ത കാലം വരെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നില്ല. അപ്പം ഞാന് ഒരു 10 കൊല്ലങ്ങൾക്കപ്പുറം ഒരിക്കല് CD ടവറിൽ വെച്ചിട്ട് മറ്റേ അലി സക്കീർ മുണ്ടേരി സാറിന്റെ ക്ലാസ് കേട്ടപ്പോ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രമാത്രം പോരുഷുണ്ട്, ഇത്രമാത്രം പവിത്രത ഉണ്ടെന്ന്. അത് മുതൽ ഞങ്ങളൊക്കെ നോമ്പെടുക്കുകയും ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് കഴിയാവുന്ന അത്ര സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറുവാൻ സാധിച്ചു. നമ്മളെല്ലാവരും ആ വിഷയത്തിലൊന്ന് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് ഈ ദിവസത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് അത് ഏകദേശം ദുൽഹിജ്ജ 1 ആവാറായിട്ടുണ്ട്. അത് ആ ദിവസം വന്നാൽ നമ്മൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പറയലുണ്ട്, അരയും തലയും മുറുക്കി ഇബാദത്തിൽ ഏർപ്പെടുമായിരുന്നു ലൈലത്തുൽ ഖദ്ർ ദിവസങ്ങളിൽ. അതുപോലെ നമുക്ക് അരയും തലയും മുറുക്കി പകല് ഫുൾ ടൈം ഇബാദത്തിലായിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇപ്രകാരം പറയുന്നതായിട്ട് കാണാം. ഇഹലോകത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളായിരുന്നു. കുറെ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അംബിയാ അദ്ദുനിയ അയ്യാമുൽ അശ്ർ. അപ്പം ഈ ദിവസങ്ങൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല എന്ന് ചോദിച്ചപ്പോ സഹാബികൾ ചോദിച്ചുല്ലേ, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇല്ലേന്ന്. അപ്പം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇല്ലാന്ന്. കാരണം അതുപോലും ജിഹാദ് പോലും 2ാം സ്ഥാനത്താണ് ഉള്ളത് അല്ലെ ഈ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അല്ലെ. ഒരാൾ സ്വന്തം അങ്ങനെയാണെങ്കിൽ എങ്ങനത്തെ ജിഹാദ് ഉണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല ചോദിച്ചപ്പം സ്വന്തം ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുകയും അവയിൽ ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിയാവുകയും ചെയ്താൽ മാത്രമേ ഈ ദിവസത്തേക്കാൾ പുണ്യം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയും ജിഹാദ് ചെയ്തവര് വളരെ ചുരുക്കമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അത്രയും പവിത്രമായ മഹത്തായ സംശുദ്ധമായ ഒരുപാട് പുണ്യം നിറഞ്ഞ പ്രതിഫലം നിറഞ്ഞ ഈ 10 ദിവസങ്ങൾ നമ്മള് എല്ലാവിധ വേണ്ടാത്ത കാര്യങ്ങളും ഉപേക്ഷിച്ചില്ലേ വിരുന്ന് പോകല്, ഷോപ്പിങ്, ഫോൺ കോളൊക്കെ ഉണ്ട്, ചീറ്റിങ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ സ്ക്രോൾ ചെയ്യൽ, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിന്നും കൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം ആ ഒരു 10 ദിവസം അതിലേക്ക് അങ്ങ് ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കണം അല്ലെ. അപ്പം വേറൊരാൾ ചോദിക്കുന്നുണ്ട്, റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പോലും ഇത്ര ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ലെന്നാണ് ചേർത്ത് വായിക്കേണ്ടത് അല്ലെ. മാത്രമല്ല റമദാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജയിലെ അവസാനത്തിലെ 10 അല്ലെ. അതായത് റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് പ്രാധാന്യമെങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെ പകലുകൾക്കാണ് പ്രാധാന്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, അഫ്ളലു മിൻ അയ്യാമിൽ അശ്രി അൽ ആഖിറ മിൻ റമദാനി
പിന്നെ അതായത് ഈ റമദാനിന്റെ ആദ്യത്തെ പകലുകളെക്കാൾ ശ്രേഷ്ഠകരമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾ. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ് റമദാനിലെ രാത്രിയിലെ 10 ദിവസങ്ങൾ അല്ലെ. അപ്പൊ റമദാനിലെ രാത്രികൾക്കും ദുൽഹിജ്ജയുടെ ആദ്യത്തെ റമദാനിലെ അവസാനത്തെ രാത്രികൾക്കും, അതായത് ലൈലത്തുൽ ഖദറിനും ആണ് പ്രത്യേകത എങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. ഇനി എന്തൊക്കെ ശ്രേഷ്ഠത, ഏതെല്ലാം രീതിയിൽ ശ്രേഷ്ഠത നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണങ്ങൾ, അടിസ്ഥാന കാരണങ്ങൾ നോമ്പ്, നിസ്കാരം, ധർമ്മം, ഹജ്ജ്, എല്ലാ കാര്യവും ഈ ഒരു മാസത്തിൽ, ഈ ഒരു 10 ദിവസത്തിൽ സമ്മേളിക്കുന്നു എന്ന് വേണം പറയാൻ. ലോകത്തിലെ മറ്റൊരു ദിവസത്തിലും ഇത്തരം ഒരു സമ്മേളനം ഇല്ല അല്ലെ. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, അതെല്ലാ സമയത്തല്ല, നിസ്കാരം എല്ലായ്പ്പോഴും ഉണ്ടാവും, നോമ്പ് റമദാനിൽ ഉണ്ടാവും. പക്ഷെ സദഖയും സക്കാത്തും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഹജ്ജ് അടക്കമുള്ള ആരാധനാ വിഷയത്തിലെ ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യം ഒരേപോലെ പ്രാവർത്തികമാക്കുന്ന ഒരു മാസമാണ് ഈ മാസവും ദിവസങ്ങളുമാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അല്ലെ. അതായത് ഒരുപാട് ഈ സമയത്തുള്ള സദഖകൾക്ക് ഒരുപാട് ഇല്ലേ. സദഖ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലം. അതിൽ വളരെ കുറച്ച് മാത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുമ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് നിന്ന് വിട്ടു പോകാതിരിക്കുക. അതായത് നരകമോചനം ലഭിക്കുന്നു അല്ലെ. ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുവാൻ എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ ദിവസത്തിലെ ഈ സദഖകൾ നമുക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണമാണ്. മാത്രവുമല്ല അറഫാ ദിനത്തിലെ പ്രാർത്ഥനയും, അതൊന്നൊന്നര പ്രാർത്ഥന, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് വേറെ ക്ലാസ്സിൽ വിശദീകരിക്കാം. പിന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കും. പരലോകത്ത് ഓരോ മനുഷ്യനും അവൻ സദഖയുടെ തണലിലായിരിക്കും അല്ലെ. അതായത് ആരെല്ലാം എന്തെല്ലാം നന്മകളാണോ ചെയ്തത് അതിന്റെ തണലിലായിരിക്കും. മനുഷ്യൻ അവന്റെ സദഖയുടെ തണലിലായിരിക്കും. ജനങ്ങളിൽ വേർതിരിവ് ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ വിധി നടപ്പിലാക്കുന്നത് വരെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇപ്രകാരം കാണപ്പെടുന്നത് അല്ലെ. വിധി നടപ്പിൽ വരുന്നത് വരെയുള്ള ഒരു സമയത്തുണ്ടല്ലോ, മഹ്ശറേലെ നൃത്തം നമ്മൾ പറയില്ലേ. മഹ്ശറയിൽ എന്താണ് ആ ചൂടും വെയിലും, സൂര്യനൊഴിച്ചാണ് അകലത്തിൽ നമ്മൾ എങ്ങോട്ടാ പോകാന്നുള്ള അങ്ങനെ ബഹാവറായിട്ട് ഓടി നടക്കുമ്പോൾ ഒരുപാട് സദഖ ചെയ്യുന്നതിന് അള്ളാഹു അർശിന്റെ തണലിലാക്കി കൊടുക്കും. പിന്നെ ധനം വർദ്ധിക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് വല്ലതും സക്കാത്തിനായി സദഖയായി നൽകുന്ന പക്ഷം അള്ളാഹു അത് ഇരട്ടിപ്പിച്ചു കൊടുക്കും അല്ലെ. അള്ളാഹു പറയുന്നു, ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെയുള്ള വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് വളരുകയില്ല അല്ലെ. പലിശ അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല, പലിശ വളരുകയുമില്ല. അതേസമയം സദഖയും സക്കാത്തും ആണെങ്കിലോ വഖീഫായിട്ട് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു കൊണ്ടേ നിൽക്കും. 4 സ്വർഗം പ്രതിഫലമായി നൽകുന്നു. ഒരു ഉടമയുമുള്ള കരാർ പാലിക്കുന്നു. സമസൃഷ്ടികൾക്കുള്ള ദാനധർമ്മത്തിലൂടെ സൃഷ്ടികളിലൂടെയുള്ള കരാർ പാലിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് അല്ലെ. അതായത് അള്ളാഹു നമ്മളോട് ചെയ്ത വാഗ്ദാനം പാലിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം തരുന്നു. നമ്മൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിലൂടെ നമ്മൾ സ്വർഗം നേടിയെടുക്കുകയും ചെയ്യുന്നു. ഈ മുൻഗാമുകളായ സലഫുകളുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ ഭയങ്കര, ഇപ്പൊ പറയുന്ന വിഷയം കേട്ടാൽ നമുക്ക് തോന്നും അവരൊക്കെ എത്രമാത്രം ഈ 10 ദിവസത്തില് അമലുകളും ഇബാദത്തുകളും സദഖകളും എല്ലാം കൂടെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായി നിന്നൊരു സമയമാണ് അത്. ഒരു സദക്ക കൊടുത്ത ഒരു മഹാന്റെ ഒരു പുണ്യം, ഒരു മഹത്വം നോക്കുകയാണ്. സദക്കക്ക് വേണ്ടി ഒരു ദുആ ചെയ്ത് ഒരു മനുഷ്യൻ സദക്ക കൊടുത്ത്, അതായത് പ്രാർത്ഥനയുടെ പ്രാധാന്യം. മഹാനായ താലൂത്ത് ബിൻ അബ്ബാദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാഗ്ദാദിലെ തലയെടുപ്പുള്ള ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളാണ് അല്ലെ. അദ്ദേഹം ഇങ്ങനെ കിടന്നുറങ്ങാണ്. അല്ലാതെ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങി. വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു അത്ര. അപ്പൊ ഉറക്കം മുറുകി വരുന്നേ ഉള്ളൂ. പെട്ടെന്നൊരു ശബ്ദം, താലൂത്ത് മനസ്സ് നീറുന്നവനെ പോയി സഹായിക്ക്, ഉറക്കത്താരോ വിളിച്ച് പറയാം. എന്തോ പേടി സ്വപ്നം കണ്ടാന്ന് വിചാരിച്ചാ മഹാൻ ഉണർന്നു. അപ്പം തന്നെ പുതപ്പൊന്നും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. എപ്പോഴും ഉറക്കത്ത് സ്വപ്നം കണ്ടാല് അന്ന് പുതപ്പൊന്ന് വലിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങും അല്ലെ. അതുപോലെ അദ്ദേഹം കിടന്നുറങ്ങി. എന്തോ പേടിച്ച് പോലെ കിടന്നുറങ്ങി വീണ്ടും. അപ്പൊ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി വീണ്ടും കടന്നു. ഉറക്കം വരുന്നേ ഉള്ളൂ. വീണ്ടും ശബ്ദം, താലൂത്ത്. അപ്പൊ അപ്പട്ടന് വേണ്ടത് ചെയ്തു കൊടുക്ക്.
ഇത് പാവപ്പെട്ടവന് അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതെന്താ സംഭവം ആ താലൂത്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കിടക്കുന്ന ഇരിക്കുക. അപ്പൊ ശബ്ദം കേട്ട് മഹാൻ ഞെട്ടി ഉണർന്നു. എന്താണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അദ്ദേഹം വുളു ചെയ്ത് നമസ്കരിക്കാനായിട്ട് നിന്നു. അപ്പൊ അദ്ദേഹം വുളു എടുത്ത് എന്താണ് അയാളോട് മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല, വഹയില്ല, പിന്നെ വേറെ രീതിയിലും അറിയാനും വകുപ്പില്ല. എല്ലാം സാധാരണ പോലെ കിടന്നുറങ്ങിയതാ. 2 റക്അത്ത് നമസ്കരിച്ചപ്പോഴേക്ക് ഉറക്കം കണ്ണിൽ തൂങ്ങി. ആ മുസല്ലയിൽ തന്നെ അങ്ങനെ മാഞ്ഞി. അപ്പൊ നല്ല ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ, ഉറങ്ങി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ അയാൾ വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ പിന്നെ വിളിച്ചോണ്ടിരിക്കും, താലൂത്ത് താലൂത്ത്, ആ ഹൃദയം പൊട്ടിക്കരയുന്നവനെ പോയി സഹായിക്ക്. ഏത് ഹൃദയം പൊട്ടിക്കരയുന്നവന്? താലൂത്ത് നല്ല ഉറക്കിലാണ്, ഉറക്കത്ത് എണീറ്റിട്ട് ഇതിങ്ങനെ കേൾക്കുന്ന ഒരു ക്ലാരിറ്റി ഇല്ല. ഉടൻ മഹാൻ തിരിച്ചു ചോദിച്ചു, ആ പാതിരാക്ക് ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത് റബ്ബേ? നിങ്ങൾ സവാരിക്കായിട്ട് വെച്ചിട്ടുള്ള മുഖത്തിൽ കയറൂ, അത് എവിടെ യാത്ര നിർത്തുന്നുവോ അവിടെ നിങ്ങൾക്ക് അയാളെ കാണാം. അങ്ങനെ സ്ഥിരമായിട്ടൊരു മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് യാത്രയിൽ, നമ്മൾ സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ അദ്ദേഹം ആ സ്കൂട്ടർ പിന്നെ രാത്രി നട്ട പാതിരക്കിട്ട ആ വാഹനത്തിന്റെ മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര തുടർന്നു. മഹാൻ പെട്ടെന്ന് തന്നെ 100 ദിനാറും കീശയിലേക്ക് ഇട്ട് പുറത്തിറങ്ങി. അദ്ദേഹം ഒരു 100 ദിനാർ എടുത്ത് കീശയിലിട്ട്, ഏതായാലും സഹായിക്കാൻ പറഞ്ഞല്ലോ, വെറും കയ്യാലെ പോകാൻ പറ്റൂല. അങ്ങനെ എന്റെ വാഹനത്തിൽ കഴിഞ്ഞ് അതിന്റെ കടിഞ്ഞാൻ കയ്യിൽ പിടിക്കാതെ അതിന്റെ കഴുത്തിൽ തന്നെ തൂക്കിയിട്ടു. ആ മൃഗം അങ്ങനെ പോയി. കടിഞ്ഞാൻ പിടിച്ചിട്ടല്ലേ സാധാരണ മൃഗം പോകലല്ലേ, അത് കടിഞ്ഞാനൊന്നുമില്ല, അതൊക്കെ കഴുത്തിൽ അവിടെ തന്നെ ഇട്ടു. അങ്ങനെ പോയി. ഇരുട്ട്, ഭയങ്കര ഇരുട്ട്, നല്ല തണുപ്പ്, പേടിയാന്ന്. രാത്രി ഒറ്റക്ക്, ആരുമില്ല, ആരെ വിളിക്കാനൊന്നുള്ളൊരു മൂഡിലായില്ല മൂപ്പർക്ക്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല. രാത്രിയല്ല, നട്ടപ്പാതിരല്ലേ. അങ്ങനെ നട്ടപ്പാതിര കഴിഞ്ഞ നേരമാണ്. ബാഗ്ദാദിലെ തെരുവിലൂടെ ആ മൃഗം ഇങ്ങനെ യാത്ര ചെയ്തു. മൃഗം ഇതിനോടും പറഞ്ഞു കൊടുത്തിട്ടില്ല വഴിയോടാ, മൃഗം ഇങ്ങനെ പോവന്നെ ആകാംക്ഷയോടെ. മഹാനും തെരുവുകളും കെട്ടിടങ്ങളും ഇല്ലാത്തൊരു പ്രദേശത്തിലെത്തിയപ്പോൾ, മനുഷ്യനില്ലാത്തൊരു സ്ഥലത്തെത്തി. ഇദ്ദേഹത്തിന് പേടിയാവുന്നുണ്ട്. പൊളിഞ്ഞു വീഴാറായൊരു പള്ളിക്കാഴികെ ആ മൃഗം സ്വിച്ചിട്ട പോലെ നിന്നു. നമ്മൾ ഇന്നത്തെ പോലെ ലൈറ്റും സംവിധാനങ്ങളും ഒന്നും ഇല്ലാലോ, ലൈറ്റൊന്നും കത്തിച്ചിടെ പള്ളിക്ക് ബോർഡ് ഒക്കെ ഒന്നും ഇല്ലാലോ. അപ്പം ഒരു പൊളിഞ്ഞ ഒരു മെയിൻ്റനൻസ് ചെയ്യാത്തൊരു പള്ളിന്റെ അടുത്ത് വന്നപ്പോ കുതിര അങ്ങനെ നിന്നു, വാഹനം നിന്നുപോയി. എന്ത് മൃഗാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പരിപാലനം നടക്കാത്ത ഒരു മസ്ജിദ്. മഹാൻ പള്ളിയിലേക്ക് കയറി. ഇരുട്ട്, ഭയങ്കര ഇരുട്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. എങ്ങോട്ടാ പോവുക, എന്താണ് അതിന്റെ അകത്ത്, ആരാന്നൊന്നും അറിയില്ല. പെട്ടെന്നുണ്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് നിന്ന് അടക്കി പിടിച്ച ശബ്ദം കേൾക്കുന്നു. ആ ഭാഗത്തേക്ക് നോക്കി മഹാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഇത് പറഞ്ഞ ഉടനെ അലൈക്കും സലാം എന്ന മറുപടിയും കിട്ടിയ മനസ്സിലായ സമാധാനം ഇവിടെ ഇല്ലാത്ത ആരോടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനടുത്തേക്ക് മഹാൻ നീങ്ങി. നോക്കിയപ്പോഴുണ്ട് ഇരുന്നു കൊണ്ട് അങ്ങനെ ദുആ ചെയ്യുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ ഒറ്റക്കുണ്ട്. പള്ളിയിൽ ആരുമില്ല. പള്ളിയാണെങ്കിൽ പൊളിഞ്ഞു വീഴാറായിക്കിന്, ഇരുട്ടാണ്, വെളിച്ചമില്ല, പേടിയാവുന്നു. ഏതോ ഒരു സ്ഥലത്ത്, അറിയില്ല, സ്ഥലവും അറിയില്ല. അപ്പൊ ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് ചോദിച്ച് അദ്ദേഹം താനിടയ സംഭവങ്ങൾ വിശദീകരിച്ച് കൊടുത്തു. ഞാൻ അങ്ങനെ ഉറങ്ങേനു, ഞാൻ അങ്ങനെ വിളിച്ചോടത്തി പറഞ്ഞു, എനിക്ക് അറിയില്ല നിങ്ങളെ ആരാണെന്താന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവമാണ്, എനിക്കുള്ളതെല്ലാം പെൺമക്കളാണ്, 3 ദിവസമായി വീട്ടിലൊന്നും വെച്ചിട്ടില്ല. നാളെ വല്ലതും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയില്ല. ആരുടെയും കിട്ടാനോ ആരെയും തരുമെന്ന് വിചാരിക്കാനോ ഒന്നും ഇല്ല. പെൺകുട്ടികളാണ്, പണിക്കും പോവില്ല, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആണല്ലോ. അപ്പൊ മക്കളെ ആലോചിച്ചപ്പോ കണ്ണിലിരുട്ട് കയറിപ്പോയി. നിവൃത്തിയില്ലാതെ പാതിരാക്ക് ഞാൻ വീട് വിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇരുന്ന് എന്റെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമുക്ക് ഭക്ഷണത്തിലുള്ള വക കിട്ടും എന്ന്. അവിടുന്ന് കരയാനൊന്നും പറ്റൂലല്ലോ, വീട്ടൊന്നും വിചാരിച്ചാൽ അങ്ങനെ പോന്നാ. സങ്കടക്കടലായി അദ്ദേഹം അത് പറഞ്ഞു തീർത്തപ്പോൾ മഹാന്റെ കയ്യിൽ കരുതിയിരുന്ന ഭാഗ്യത്തിന് അയാൾ 100 ദിനാർ എടുത്തിരുന്നു. അദ്ദേഹം അത് നൽകി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഞാൻ താലൂത്ത് ബിൻ അബ്ബാദ് ആണ്. ബാഗ്ദാദിലാരുടെ ആരോട് ചോദിച്ചാലും എന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് വീട് കാട്ടിത്തരും, എന്നെ കാണിച്ചു തരും. ഈ ദിനാറ് ചെലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടത്തേക്ക് വരണം, ഞാൻ എന്തെങ്കിലും തരാം. സുബ്ഹാനല്ലാഹ്, താലൂത്തെ നിങ്ങൾ എന്താ പറയുന്നേ? ഈ നട്ടപ്പാതിരക്ക് ബാഗ്ദാദിൽ ഏതോ മൂലയിൽ ഉറങ്ങിയ നിങ്ങളെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് എത്തിച്ച എന്റെ റബ്ബുണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാതെ ഇനി തിടുക്കം വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണോ നിങ്ങൾ പറയുന്നത്?
പറയുന്നത്. ഇത് കേട്ടപ്പോഴുണ്ടല്ലോ ഇയാൾ അന്തം മുട്ടിപ്പോയോലെ. ഈ പിന്നെ താലൂത്തല്ലേ അദ്ദേഹം, നമ്മളങ്ങനെയല്ലേ പറയുന്നത്, കൊടുത്താൽ പറയാം ഞങ്ങളെ മോളെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ വരിക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് എത്ര എന്നാൽ ഹോസ്പിറ്റൽ ബില്ല് നമ്മളെന്തെങ്കിലും സഹായിക്കട്ടോ മുറുപ്പാരോട് പറയാം അങ്ങനെ പറയില്ലേ. അതുപോലെ ഒരു പറയല് താലൂത്ത് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ചോദിക്കുക, ഈ നട്ടപ്പാതിരക്ക് നിങ്ങളെ വിളിച്ചുണർത്തി ഇവിടം വരെ എത്തിച്ച ആ റബ്ബിനോടല്ലാണ്ട് ഞാൻ നിങ്ങളോടാണോ ഇനി പൈസക്ക് തീർക്കേണ്ടി ചോദിക്കേണ്ടത്? അത് കേട്ട പാട് ആ യഖീനിന്റെ മുമ്പിലില്ലേ അള്ളാഹുവിനോടുള്ള ഒരു യഖീൻ ആലോചിച്ച് ഇയാൾ അന്തം മുട്ടിപ്പോയി. അപ്പൊ ഇതൊരു കിതാബുൽ മുസ്തഗീസാനി ബില്ലാഹി ഇൻദൽ മഹ്മാത്ത് എന്നുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു മനുഷ്യന്റെ തവക്കുല്, അതായത് അള്ളാഹു നമുക്ക് ചോദിച്ചാൽ നൽകുമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് നമുക്കൊന്നുമില്ലാണ്ട് നമ്മൾ കുറേ ഖുർആൻ പഠിക്കുന്നു, കുറേ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു, തഫ്സീർ എന്നല്ലേ, പക്ഷെ ആ ഒരു അവസ്ഥ നമുക്കില്ല. അപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും കൊടുക്കാൻ വിചാരിക്കുമെങ്കിൽ ഇതിപ്പോ കൊടുത്താ ഇപ്പൊ പെരുന്നാളിന് അരി ജില്ലാണൊക്കെ വാങ്ങണ്ടേ, ഒന്നുമില്ലെങ്കിൽ ഒരു മാക്സി തന്നെ വാങ്ങണ്ടേ എന്നൊക്കെ നമ്മൾ വിചാരിക്കൂലേ. എപ്പോഴെങ്കിലും ഒരിക്കലും നമുക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് നമ്മളെ പൈസ ഇല്ലാണ്ടായിക്കണം അല്ലേ? ഇല്ലാണ്ടായിട്ടില്ല, അതിങ്ങനെ വർദ്ധിക്കല്ലാണ്ട് ഒരിക്കലും ഇല്ലാണ്ടാവൂല അല്ലെ. സൂറത്ത് യൂനുസിലെ 26 നമ്പർ 26 ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇല്ലദീന അഹ്സനുൽ ഹുസ്ന, അതായത് നന്മ ചെയ്തവർക്ക് നല്ല പ്രതിഫലമുണ്ട്. വസിയാദത്തുൻ, അതിൽ വർധനവുമുണ്ട്. വലാ യർഹഖു വജൂഹകും ഖതറു വലാ ദില്ല, അതായത് അവരുടെ മുഖത്തെ നിന്ദ്യതയോ പിന്നെ ഇരുളോ ഒന്നും ബാധിക്കുകയില്ല അല്ലെ. ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ, അവർ തന്നെയാണ് സ്വർഗവാസികൾ, അവരവിടെ നിത്യവാസികളുമായിരിക്കും അല്ലെ. സ്വർഗത്ത് പോയാൽ പിന്നെ അവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എപ്പോഴും നന്മയിലും സൽക്കർമ്മങ്ങളിലും ഒക്കെ നിരതരായിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. എസ്പെഷ്യലി ഈ 10 ദിവസത്തിൽ, ഈ 10 ദിവസത്തിൽ നമുക്കായിട്ട് പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റിയാലും ഇപ്പൊ ലോഹാ നിസ്കാരത്തിനൊക്കെ ഞാൻ സാധാരണ 4 നിസ്കരിക്കല്, 6 നിസ്കരിക്കല്, അതൊന്ന് വർദ്ധിപ്പിച്ച 8 2 നിസ്കരിക്കല് അല്ലെ. 8 ഇപ്പൊ ദിക്റെടുക്കല്, ദിക്റൊക്കെ കുറച്ചല്ല, ആ ദിക്റൊന്നും എടുക്കാം, പക്ഷെ ദിക്റൊക്കെ കമ്പൾസറി ആയിട്ട് ഇരുന്നിട്ട് എടുക്കുക. ഈ മാസം കിട്ടാനുള്ളത് മാക്സിമം ആണ്, മാക്സിമം ഈ 10 ദിവസത്തില് 8 ദിവസവും നന്മകൾ ചെയ്ത് ബാത്ത് ചെയ്ത് ദിക്ർ ചെയ്ത് ദുആ ചെയ്ത്, അതിനുശേഷം 9ാമത്തെ ദിവസം അറഫാ ദിവസത്തിലോ തൗബ ചെയ്ത് നമസ്കരിച്ച് പണ്ട് മരിച്ചു പോയവർക്കും ഇനി ജനിക്കാൻ പോണവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പാപമോചനം ചെയ്ത് അന്ന് അറഫാ ദിനം അതിനു വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞു വെക്കുക അല്ലെ. അങ്ങനെ إن تقرضوا الله قرضا حسنا يضاعفه له ويغفر لكم والله شكور حليم, അതായത് നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക അല്ലെ, അത് ഇരട്ടിയാക്കി തരും, നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനും ആകുന്നു അല്ലെ. അള്ളാഹു ഭയങ്കര നന്ദിയുണ്ട്, ധാരാളമായിട്ട് പുറത്തു കൊടുക്കുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നേർമാർഗം ലഭിച്ചിട്ടുള്ള വിജയികളായ മുത്തക്കിങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ഗുണമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് വിജയം അല്ലെ. സ്വർഗമുണ്ട്, അവർക്ക് വിജയവും ഫീഹാ ഖാലിദൂൻ, അവർ സ്വർഗത്തിൽ ശാശ്വതവാസികളായിരിക്കുമെന്നൊക്കെ അല്ലെ. സഹായങ്ങൾ നൽകുന്നത് നന്മ തന്നെ, പക്ഷെ അത് സ്വീകരിക്കുന്ന ആൾക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത വിധം ഗതികെട്ടവന് എന്ത് അഭിമാനം എന്ന് നമുക്ക് തോന്നിയേക്കാം അല്ലെ. ഗതികെട്ടവൻ എന്താ അവൻ നമ്മളോട് വന്ന് ചോദിച്ചൂടെ, എന്താ ഇത്ര കിബർ എന്നൊക്കെ പറയുന്നേക്കാം. എന്നാൽ അത്ര താഴ്ന്ന നിലയിലുള്ളവർക്ക് പോലും മനസ്സും വ്യക്തിത്വവും അവരുടേതായ അന്തസ്സുമുണ്ട്. ഒരിക്കലും തന്നെ അവരെ അന്തസ്സിന് കോട്ടം തട്ടുന്ന, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആർക്കും ഒരു സഹായം കൊടുക്കരുത് അല്ലെ. ഭിക്ഷയാണെങ്കിൽ പോലും പുച്ഛത്തോടെ എറിഞ്ഞു കൊടുക്കുകയല്ല, പകരം പുഞ്ചിരിയോടെ അർഹിക്കുന്നതിന് കൊടുക്കാം അല്ലെ. അതിനെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഹദീസിൽ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. സഹീഹുൽ ജാമിഅ അല്ലെ. അതായത് അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കുന്ന വിഭാഗം ആൾക്കാരെ ഒരു ഇതിൽ പെട്ടതാണ് പരസ്പരം ഹദിയ കൊടുക്കൽ അല്ലെ. അങ്ങനെ ഹദിയ കൊടുത്ത് കഴിഞ്ഞാല് അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹം ഉറപ്പായിട്ട് തന്നെ കിട്ടും അല്ലെ. പിന്നെ മാത്രമല്ല പരസ്പരം ഇടക്കിടക്ക് കാണുക, വിളിക്കുക, വിശേഷങ്ങൾ അറിയുക അല്ലെ. അങ്ങനെ പരസ്പരം എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാന്നുള്ളത് ഒരു ഈ കൂട്ടുകാരുടെ ഒരു ലക്ഷണമാണ്. ഇപ്പൊ നമ്മളെ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് കുറച്ച് ഈ ലവേഴ്സ് ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞ ടീം പോലത്തെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അവർക്ക് കുറച്ച് കാലത്തിലധികം അവർ കാണാണ്ട് നിന്നൂടാ. കാലത്തിൽ ഇങ്ങനെ വിളിക്കും, വരുമോ നിങ്ങൾ വരുമോ, നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം, അവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചിലപ്പോ വീട്ടിൽ വരുത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പൊ അവര് നമ്മളെ വീട്ടിൽ വന്നാൽ നമുക്കും ഒരുപാട് മെനക്കേടാണ്. നമ്മൾ അവിടെ പോയാലും അപ്പൊ അത് എന്ത് ചെയ്യും, ഏതെങ്കിലും ബീച്ചിൽ വെച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും പബ്ലിക് സ്ഥലത്ത് വെച്ച് കൂടും. അപ്പൊ അങ്ങനെ കൂടുമ്പോ നമ്മൾ പറയുന്നു വാങ്ങണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ചെയ്യാന്ന് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ആരെങ്കിലൊക്കെ എന്തെങ്കിലും കൊണ്ടാ വരിക അല്ലെ. അത് തിന്നാൻ അവിടെ ഇരുന്ന് കടല കുറച്ച് വേറെ എന്തെങ്കിലും പിന്നെ ലസ്സിയോ വാലൂതയോ എന്തെങ്കിലും പലഹാരം പൊരിച്ചോണ്ട് അങ്ങനെ അത് കൊണ്ടുവന്ന് കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ഞാന് ബീച്ചിലൊക്കെ ഇരിക്കുമ്പോ പുറത്തു കൂടെ പോകുമ്പോ ചോദിക്കും, നിങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ആണില്ലേ, ഇങ്ങനെ വന്നതാണില്ലേ. ഒരിക്കലും ഇതുപോലെ അങ്ങനെ പോയപ്പോ ഒരു പുലർച്ചക്ക് ബീച്ചിൽ പോയപ്പോ അവിടെ വെച്ചൊരു പോലീസ് പട്രോൾ ഉണ്ട്, അവരുണ്ട് 3-4 പോലീസും ഒരു വണ്ടി. ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ബീച്ചല്ല, അവിടെ മാറിയിട്ട് ഒരു ദൂരമുള്ള ബീച്ച്. അങ്ങനെ അപ്പൊ അവര് എന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ചപ്പോ നമ്മളിങ്ങനെ പോകും, അപ്പൊ നിങ്ങൾക്ക് ക്യാഷൊക്കെ നമ്മളെടുത്ത് ഉണ്ടാവും, നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങും. എന്നിട്ട് ഇങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുവോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം തമാശ പറഞ്ഞിരിക്കും, നല്ല കളി. അപ്പൊ അവർക്കൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പേരിലുള്ള കൂട്ടായ്മ. ഇൻ ദ നെയിം ഓഫ് അള്ളാഹിന്റെ പേരിലാണല്ലോ നമ്മൾ കൂടുന്നത് അല്ലെ. അവിടെ വെച്ച് പല കാര്യങ്ങളും സംസാരിക്കും, ഓരോരുത്തരുടെ വിഷമങ്ങൾ പറയാൻ പറ്റാത്ത ഉണ്ടാവും, പറയാൻ പറ്റാത്ത സ്വകാര്യമായിട്ട് അങ്ങനെ. ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്, ഉറപ്പായി സ്വർഗം ലഭിക്കുന്ന വിഭാഗം ആൾക്കാർ എന്നാ പറയുന്നത്. ഈ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിൽ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ആർക്കാണ്, ഒരു 5-6 വിഭാഗം ആൾക്കാരാ പറയുന്നത്. അത് ഒന്ന് അള്ളാഹുവിന്റെ പേരിൽ കൂടിയിരിക്കുന്നവര്, 2 അള്ളാഹുവിന്റെ പേരിൽ ഒത്തുചേരുന്നവർ, അവരിടക്കിടക്ക് വരും. പിന്നെ അതിന്റെ പേരിൽ സംസാരിക്കുന്നവര്, അതിന് ഹദിയകൾ കൊടുക്കുന്നവര്, പിന്നെ അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പായും ലഭിക്കും എന്നാ പറയുന്നത് അല്ലെ. ഒരു 2 മാസം 1 മാസം കഴിയുമ്പോഴത്തേക്ക് എത്രയായി നമ്മൾ കണ്ടിട്ട് അല്ലെ. അതൊരു സ്നേഹമാണ്. ഒരു എന്താ പറയുന്ന അത് അള്ളാഹുവിന്റെ പേരുള്ള കൂടിച്ചേരലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് എനർജി കിട്ടുന്ന പോലെ തോന്നും. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സമ്മാനം കൊടുക്കുക പ്രതിഫലേച്ഛയോടുകൂടിയല്ല അല്ലെ. വന്നാൽ നമ്മൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടണമെന്നല്ല. ഇപ്പൊ ചില വലിയ ആൾക്കാർ ഒരുപാട് തരുമ്പോ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷയില്ലാണ്ട് കൊടുക്കുന്നില്ലേ, തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷയൊന്നുമില്ല, അത് അള്ളാഹു തന്നോട്ടേ എന്നല്ലേ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ ഹദിയ കൊടുക്കുക, നിങ്ങൾക്ക് നല്ല സ്നേഹം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാവും അല്ലെ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങ, ചക്ക സീസൺ ആണെങ്കിൽ ചക്ക, അവരുടെ ഒക്കെ എന്തെല്ലാം മുറ്റത്തും പറമ്പിലും ഉണ്ടായിക്കണോ ആ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് വരുമ്പെടുത്ത് കൈ പിടിക്കും അല്ലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക്. അങ്ങനെ നബി അന്യോന്യ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ ഇഷ്ടപ്പെടുക്കാൻ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് അവരുടെ പക ഇല്ലാതെയായി പോകുന്ന പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഭക്ഷണം സ്വീകരിക്കുക, ഹദിയ നിരസിക്കാതിരിക്കുക. അതിന് ഹദിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ട് ഒരു പറയരുത് എന്തിനേനും ഇത് അല്ലെ. അങ്ങനെ ബലാൽ പറയരുത്, ജസാക്കുമുല്ലാഹ് ഖൈർ പറയണ്ട. നമുക്ക് വേണമെങ്കിലും വേണ്ടാത്ത സാധനമാണെങ്കിൽ പോലും ജസാക്കുമുല്ലാഹ് ഖൈർ എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെന്താണോ പ്രതിഫലം നൽകാൻ വിചാരിച്ച അതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ഒരു അയൽവാസിയെ മറ്റൊരു അയൽവാസിക്ക് ഹദിയായി നൽകിയത് ഒരു ആട്ടിന്റെ കുളമ്പാണെങ്കിലും ശരി, അത് നിങ്ങൾ താഴ്ത്തി ഒരാളെ ഇൻസൾട്ട് ചെയ്ത് പറയതോ അപ്പൊ നിങ്ങൾ അതേനും കൊണ്ടുവന്ന് നമ്മൾ തിന്നിട്ടൊന്നുമില്ല, നമ്മളത് കളഞ്ഞ് എന്ന് പറയില്ല, അങ്ങനെ ഒന്നും പറയരുത് എന്ന്. അപ്പൊ ആരെന്ത് കൊണ്ടു തന്നാലും അത് ചിലപ്പോൾ മോശമായ സാധനമാണെങ്കിൽ പോലും വളരെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ആരെങ്കിലും ഒരു ഭക്ഷണ സാധനം കൊണ്ട് വരപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, അത് സ്വതക്കയാണോ ഹദിയയാണോ അല്ലെ? സ്വതക്കയാണെങ്കിൽ നിങ്ങൾ തിന്നുകൊള്ളുവിൻ എന്ന് പറയും. ഹദിയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ അവരുടെ കൂടെ ഭക്ഷിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്തും സ്വതക്കയും ഒന്നും പാടില്ല നബി ഫാമിലിക്ക് അല്ലെ. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കാറില്ല. കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഭക്ഷണ സാധനങ്ങളായും മറ്റു വസ്തുക്കളായും ധാരാളം സാധനങ്ങൾ കൊടുക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പലരും അതൊരു നാട്ടു നടപ്പായിട്ടാണ് ചെയ്യുന്നത്. വജഹ് ഉദ്ദേശിച്ച് സമ്മാനങ്ങൾ കൊടുക്കുക. കാരണം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കിട്ടുക അല്ലെ. അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഒന്നും കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ലത് കിട്ടും എന്ന പ്രതീക്ഷയില്ലാണ്ട് കൊടുക്കുക. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കണം, തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്വതക്ക അത് നൽകിയവൻ ഈമാനിന്റെ തെളിവാണ് അല്ലെ. മുനാഫിക്കിൽ നിന്ന് പിന്നെ അതിനുള്ള ഒരു വ്യത്യസ്ത രീതിയാണ് സ്വതക്ക. മുനാഫിക്ക് അതിൽ വിശ്വാസമില്ലാത്തതിനാൽ അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. ആരെങ്കിലും സ്വതക്ക കൊടുത്താൽ തന്റെ സ്വതക്ക മുഖേന അവന്റെ ഈമാനിന്റെ സത്യസന്ധതക്ക് അവൻ തെളിവാക്കാം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ധനം എന്നത് മനുഷ്യന്റെ പ്രിയമുള്ള കാര്യമാണ്. എന്നിരിക്കെ അതിനേക്കാൾ പ്രിയമുള്ള കാര്യം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്. ലഭിക്കുന്നതിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് നൽകുകയില്ല. ഇത് സ്വതക്ക നൽകുന്നതിന്റെ ഈമാനിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് സ്വതക്കയെ ബുർഹാൻ എന്ന് പറയുന്നത്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവെന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഈ ദുൽഹിജ്ജ മാസത്തിലേക്കെന്നും പറഞ്ഞിട്ട് നമ്മളൊരു സദക്ക ഫണ്ട് രൂപീകരിച്ച് സദക്ക സമാഹരിക്കും. അത് സമാഹരിച്ചിട്ട് എവിടെ ക്ലാസ് ഇല്ലാത്തവിടത്ത്, അതായത് ക്ലാസ് ഒക്കെ വെച്ച് നടത്തണം, പക്ഷെ അവർക്ക് കസാരയില്ല, മറ്റുള്ള ഫെസിലിറ്റികളില്ല, ഒന്ന് കുറച്ച് സീറ്റ് വാങ്ങിയിടണം. അങ്ങനെയൊക്കെ ലോക്കൽ പാവപ്പെട്ട ഏരിയയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കൂ. ഇനിയിപ്പോ വലിയ പെരുന്നാൾ ആയതുകൊണ്ട് അരി സാധനങ്ങളൊക്കെ ആരും കിട്ടൂലല്ലോ. സക്കാത്തും സദക്കയും വിത്ര സക്കാത്തും കിറ്റും ഒന്നും ഇല്ലാത്തൊരു പെരുന്നാൾ. ഇതിന് വെറും മാംസം മാത്രം. ഇനി മാംസം വെക്കാനുള്ള അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. ഇറച്ചി കിട്ടിയാൽ തന്നെ തക്കാളി, ഉള്ളി, അതിനുള്ള അരി, നെയ്യ് എല്ലാം വാങ്ങുമ്പോഴത്തേക്ക് ഒരു കിലോ സാധനം വെക്കുകയാണെങ്കിൽ പോലും 300-400 രൂപന്റെ പുറത്ത് വേണം അല്ലെ. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ അത് വാങ്ങിക്കൊടുക്കുക. പിന്നെ ഒരു പാവപ്പെട്ട വിധവകൾക്ക് മാക്സി എടുത്തു കൊടുക്കുക. പിന്നെ ഈ രോഹിംഗ്യൻസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ, എല്ലാ നാട്ടിലുള്ള പാവപ്പെട്ടവരും അഭയാർത്ഥികളും ഒക്കെ, അവർക്ക് വേണ്ടിയിട്ട് ഡിഫൈ ഡോക്ടർ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ ഫണ്ടിൽ ഭാഗവാക്കാകുക അങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു പിന്നെ ദുൽഹജ്ജിന്റെ ഒരു ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഫണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്താൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് ശേഖരിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട്, നിങ്ങളുടെ എല്ലാ സഹകരണം കൊണ്ട് നമുക്ക് റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം തന്നെ ഈ ഉലൂഹിയത്തിന്റെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി എന്റെ ഉലൂഹിയത്തിന്റെ പാർട്ട്ണർ ഇങ്ങനെ വിളിച്ച് പറയും, അത് നിങ്ങൾ ഫോട്ടോ ഇടി, നിങ്ങൾ ഇതടി, ആഡ് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇപ്പോഴും ആഡ് കൊടുത്തിട്ട് ആർക്ക് തരാൻ പറ്റാതെ, എല്ലാവരും കഷ്ടത്തിലാണല്ലോ. തരുന്ന അധികം ആളുകൾ വല്ലാത്ത പ്രയാസത്തിലാണെന്ന് അറിയിച്ചേ. പക്ഷെ ഇപ്പൊ 4 ഉരുവിന്റെ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ നമ്മൾ മദീന വെച്ച് ലേഡീസ് അല്ല, നമുക്ക് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ടല്ലോ. അത് ഒരൊറ്റ ദിവസം 4 ഉരുവിന്റെ മാംസം തീർക്കുകയും വേണമല്ലോ. അത് കഴിഞ്ഞ് വേറെ ആടിന് പോലും ഇപ്രാവശ്യം സാങ്ഷൻ ആയി. അപ്പൊ നമ്മൾ വിചാരിക്കില്ല ഇല്ലാന്ന്, പക്ഷെ എവിടുന്നൊക്കെയോ വന്ന് കാര്യങ്ങളൊക്കെ ആഹത്തായിട്ട് നടക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കിണറിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. 4-5 കിണറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നമുക്കിപ്പോ മഴ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് മഴ കിട്ടുമ്പോൾ സന്തോഷം ഇല്ല കേട്ടോ. പക്ഷെ എന്റെ കിണറിന്റെ പണി ആലോചിച്ചിട്ട് ബേജാറ്. ഒന്ന് തീർന്നു, പക്ഷെ 3 പണിപ്പുരയിലാണ്. പഠിച്ചനെ റബ്ബ് അത് എത്രയും വേഗത്തിൽ തീർന്നിട്ട് ശരിക്കുള്ള മഴ പെയ്താൽ മതിയേന്ന് വിചാരിക്കുന്ന പോയിട്ട് വെള്ളം കിട്ടാഞ്ഞാൽ അത്രയും ഫാമിലി പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നില്ല. അൽഹംദുലില്ലാ. അപ്പം അതുപോലെ കിണറിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ ദുൽഹിജ്ജയുടെ പിന്നെ എന്താണ് സ്വതക്ക ഇതിലേക്ക് ഫണ്ടിലേക്ക് നിങ്ങളെല്ലാം അപാരമായി സംഭാവനകൾ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ്. അപ്പൊ സ്വതക്ക കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ എന്തെല്ലാം നോക്കല്ലേ. സ്വതക്ക ഉപജീവനം വിശാലമാക്കും, ധനവർദ്ധിക്കാൻ കാരണമാക്കും. കാരണം നമ്മൾ കൊടുക്കും തോറും ധനം വർദ്ധിക്കും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ
എനിക്കൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അല്ലെങ്കിൽ ഒരു പൈസ വലിയൊരു സംഖ്യക്കാരെങ്കിൽ വന്ന് കടം ചോദിക്കുമ്പോൾ കൊടുത്താൽ ഞാൻ ചോദിക്കും അല്ല അത് കൊടുത്താൽ പിന്നെ എന്താ ചെയ്യാ എന്ന് വിചാരിച്ചാല്, പക്ഷെ എന്തെല്ലോ മാർഗത്തിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അലമാരിയിൽ അതിനേക്കാൾ വലിയൊരു സംഖ്യ തിരിച്ചു വരും അല്ലെ. അപ്പം ധനം വർദ്ധിക്കാൻ കാരണമാകാറുണ്ട്, പാപങ്ങൾ മായ്ക്കപ്പെടാൻ സഹായിക്കും, അനേകം പുണ്യങ്ങൾ രേഖപ്പെടുത്തും. സദഖ ചെയ്ത് ഉണ്ണുന്നത് കൊണ്ട് ഒരിക്കലും സമ്പത്ത് കുറയുകയുള്ള, ബാക്കിയുള്ള സമ്പത്തിൽ അള്ളാഹുവിന് ധാരാളമായിട്ട് ബർക്കത്ത് ലഭിക്കും. സമ്പത്തിനെ സഹായിക്കുന്ന അന്വർത്ഥങ്ങളെ അള്ളാഹു തടയും അല്ലെ. സമ്പത്തിനെ ബാധിക്കുന്ന പല പ്രയാസങ്ങളെയും അള്ളാഹു തടയും. പിന്നെ ചെലവഴിച്ചതിന് പകരം അള്ളാഹു അതിനേക്കാൾ മിച്ചമായത് പകരം നൽകും. ലോക ജീവിതത്തിന് അള്ളാഹുമായിട്ടുള്ള സഹായവും കരുണയും ഉണ്ടാവും. ലോക ജീവിതത്തിൽ നല്ല സഹായം കിട്ടും അള്ളാഹുവിൽ നിന്ന്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രയും കാര്യങ്ങൾ സ്വതക്ക കൊണ്ടുണ്ട് അല്ലെ. പിന്നെ നമ്മള് മേലെ പറഞ്ഞല്ലോ അള്ളാഹുവിന് അർഷിന്റെ തണൽ ലഭിക്കും സ്വതക്ക നൽകിയവന്. പിന്നെ അന്ത്യദിനത്തിൽ സ്വതക്ക വിശ്വാസികൾക്ക് തണലായിരിക്കും. ഹൃദയത്തിന് മനസമാധാനവും ആത്മാവിന് ശുദ്ധിയും ലഭിക്കും. ദരിദ്രരുടെ ദുആയും സ്നേഹം നേടാൻ ഇടയാകും. അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഞാൻ കുറച്ച് മാത്രം പറഞ്ഞ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ് ഈ സ്വതക്ക. ഇനി ഒരു ചെറു കഥ കൂടി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. ഒരിക്കൽ അബു മുസ്ലിം അൽ മൗലാനിയുടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് ഭക്ഷണത്തിന് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ അവളാണുങ്ങൾ പറയില്ല ഇന്ന് പരില്ല കേട്ടോ, വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ. അപ്പം പറഞ്ഞു. അപ്പൊ മൗലാനി ചോദിച്ചു, എന്റെ കയ്യിൽ വല്ലതുണ്ടോ? അപ്പൊ പെണ്ണുങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞാൻ അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞ പിന്നെ അപ്പോൾ അതെ ഒരു ദിർഹം ഉണ്ട് എന്നാണ്. അപ്പൊ കൗലാനി റളിയല്ലാഹു പറഞ്ഞു, അത് ഇങ്ങോട്ട് എടുത്തതാ, ഞാൻ സാധനങ്ങൾ വാങ്ങട്ടെ, ഒരു കീശ എടുത്തോ, ഒരു സഞ്ചി എടുത്തോ എന്നാണ്. അദ്ദേഹം അതുമായി പോയി വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനുണ്ടല്ലോ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം, ഒന്നും കയ്യിലില്ല, ആകെ ഒരു ദിർഹമുള്ള, അത് തന്നെ ഭാര്യനോട് വാങ്ങിയതുമാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പിന്നീടാണ് ചിന്തിച്ചത്. ഭാര്യയോട് എന്ത് പറയും? ആലോചനയ്ക്ക് ശേഷം പിന്നെ അയാൾ ആ ദിർഹം ആ ഭിക്ഷക്കാരന് നൽകുകയും ചെയ്തു. അയാൾ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തു. അപ്പം പിന്നെ ഇനി എന്ത് ചെയ്യുന്നുള്ള അയാൾ ബേജാറായി നിന്നു. ഇനിയിപ്പൊ എന്താ പറയുള്ളൂ, ഒന്നുമില്ലായിട്ട് ഓളെ കീശയിലുള്ള പൈസ എടുത്ത് തന്നതാ, അതിനെന്തെങ്കിലും മറൊട്ടിക്കുള്ള മാവ് വയ്ക്കാനുള്ള ഗോതമ്പ് വാങ്ങി ചെല്ലേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമം അയാളെ ചെന്തെങ്കിലും ആവട്ടെ, ആ ലേശം മണ്ണുണ്ട് വാരിട്ടട്ടെ എന്ന് വിചാരിച്ചല്ലേ. രസമാണ്, മിറാക്കിൾ സ്റ്റോറിയാ. അവന് അദ്ദേഹം ലേശം മണ്ണ് കോരി ആ സഞ്ചിയിലേക്ക് ഇട്ട് പല ഭയപ്പാടോടെയാണ് നടന്നത്. അവിടെ എത്തിയ എനിക്ക് ചീത്ത കേൾക്കുമല്ലോ ഭാര്യനോട്. അപ്പൊ നമ്മളെ പോലെ തന്നെ അവര് ചീത്ത പറയാറുണ്ട് കേട്ടോ പണ്ടത്തെ പിന്നെ ലേഡീസ്. അപ്പൊ കീശ ഭാര്യയെ ഏൽപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് ധൃതിയിൽ നടന്നുപോയി. മോളയാഴ്ച സാധനമാണല്ലോ എന്നും വിചാരിച്ച അയാൾ വാങ്ങി വെച്ച്. രാത്രി സമയമാപ്പോൾ നല്ല ചപ്പാത്തി ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചിരുന്നു. ഒരു നൊടിയലും ചീത്തറിയലും കച്ചറയും പിണക്കൊന്നുമില്ല. അയാൾ അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇതിപ്പോ കഥ, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിക്കണം, ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, ഇത് എനിക്ക് എവിടുന്നാ കിട്ടിയ സാധനങ്ങളൊക്കെ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന മാവുകൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഞാൻ മണ്ണല്ലോ അരിട്ടത്, ഞാൻ പിന്നെ അരി സാധനം ഒന്നും ഗോതമ്പൊന്നും വാങ്ങിയിട്ടില്ലാലോ. കൗമി ഇമാം അത് ഭക്ഷിക്കുകയും കരയുകയും ചെയ്തു. അത് തിന്നുകയും ചെയ്ത് അദ്ദേഹം കരഞ്ഞു പോയി. അള്ളാന്റെ കാരുണ്യം ഇത്രക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ. അപ്പൊ നമ്മള് ഉള്ളതിൽ നിന്ന് അള്ളാഹ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ നമുക്ക് അള്ളാഹ് വേറെ എവിടുന്നോ ഏതോ മാർഗത്തിൽ കൂടെ നമുക്ക് തരും ല്ലേ. ലൗ അന്നക്കും തവക്കൽത്തും അലല്ലാഹി ഹഖ തവക്കലിഹി ലറസഖക്കും കമാ യർസുഖു ത്വയ്റ തൗദു ഹിമാസം തറൗന ബിത്വാന. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന് പരമേൽപ്പിക്കേണ്ട വിധത്തിൽ പരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് നൽകൂന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളൊരു ഗുണപാഠം, നമ്മൾ തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കല്ലാണ് തന്നത്, നമുക്ക് കൊടുക്കാനും തന്നത് അല്ലാണ്, നമുക്ക് തന്നതും അല്ലാണ്. ആ കൊടുത്തതിൽ ബർക്കത്ത് നൽകുന്നതും അല്ലാഹ് തന്നെയാണ് അല്ലേ. മാഷാ അല്ലാഹ്. അപ്പൊ കാലിയായ വയറുമായി പ്രഭാതത്തിൽ പുറത്തു പോകുന്ന പക്ഷികൾ വയറു നിറച്ച് തിരിച്ചു വരുന്നതിന്റെ ഉള്ളിലുള്ള ഹിക്കമത്തും അള്ളാന്റെ അടുത്ത്. അവരൊരു പണി എടുക്കുന്നില്ല അല്ലെ, ശമ്പളമില്ല, കൂലില്ല, ഒന്നുമില്ല. ഏതല്ലോ തെങ്ങുമെന്ന് മരത്തുമെന്ന് മാങ്ങയും ചക്കയും അതും ഇതൊക്കെ കൊത്തി തിന്ന്, കുറച്ച് നെല്ല് കൊത്തി തിന്ന് ഒരു വയറ് നിറയ്ക്കും അല്ലെ. അതായത് നിങ്ങൾ അള്ളാഹുവിന് ഉത്തരമായ കടം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കത് നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ചരും, പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും അല്ലെ. അള്ളാഹു ഷക്കൂറുൻ അലീം, അള്ളാഹു ഒരുപാട് നന്ദിയുള്ളവനും ക്ഷമയുള്ളവനുമാണ് അല്ലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്.
അപ്പൊ സദക്കന്റെ മഹാത്മ്യാണ് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നേർമാർഗം ലഭിച്ചിട്ട വിജയികളായ മുത്തക്കിങ്ങളുടെ ഗുണങ്ങൾ പറയുന്ന കാര്യത്തില് ഇതൊരുപാട് പറഞ്ഞിട്ട് കാണാം. എന്ത് പിന്നെ സദക്ക ചെയ്യുന്നവർക്ക് അള്ളാഹു വിജയം ലഭിക്കുന്നതും സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് കാണാറുണ്ട്. സഹായങ്ങൾ നൽകുന്നത് നന്മ തന്നെ, പക്ഷെ അത് കൊടുക്കുന്ന ആളെ നമ്മൾ മാനസികമായിട്ട് പ്രയാസം ഏൽപ്പിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ സ്വതക്കയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ അത് റമദാനിന്റെ ആ ഒരു പുണ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്ന് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ഒരു പുണ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നെയ്യത്ത് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത് റമദാൻ മാസത്തിൽ നമുക്കെല്ലാം ഒരു ധാരണ ഉണ്ട്, റമദാൻ മാസത്തിൽ എന്തേ ചെയ്താൽ പുണ്യമുണ്ട്, മറ്റുള്ള മാസത്തിലൊക്കെ കണക്ക് തന്നെ എന്നുള്ളതേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, റമദാൻ മാസത്തിൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ് രാത്രിയാണ് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ഈ മാസത്തില് നമ്മൾ പിന്നെ പകലിലാണ് ചെയ്യുന്നത്. അതും ഈ റമദാനിൽ ചെയ്യുമ്പോൾ തന്നെ സക്കാത്തായാലും സ്വതക്കയായാലും എല്ലാറ്റിനും ഇരട്ടി പ്രതിഫലമുണ്ട് അല്ലെ. അതായത് 2 റക്അത്ത് റമദാനിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരത്തെക്കാൾ പ്രതിഫലം ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വതക്ക എത്രമാത്രം ശ്രേഷ്ഠത ഉള്ളതാണെന്ന് ഇപ്പൊ മനസ്സിലായാൽ, നീ ആരോഗ്യവാനായിരിക്കുമ്പോഴും സമ്പത്തിനോട് മോഹമുള്ളപ്പോഴും ദാരിദ്ര്യം വരുമോ എന്ന് ഭയക്കുന്ന സമയത്തുമാണ് നീ സ്വതക്ക കൊടുക്കേണ്ടത്. അത് മുത്തഫഖു അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അതായത് സ്വഹീഹ് ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൻത സ്വദ്വക വ അൻത സ്വഹീഹുൻ ഷഹീഹുൻ തഅമുലുൽ ഐന ഫഖ്റ. അതായത് ആരോഗ്യമുള്ളവനും ധനത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവനും ആയിരിക്കുമ്പോൾ, അതായത് പിന്നെ പൈസ നമുക്ക് വേണം പല കാര്യങ്ങളും വാങ്ങാനില്ലേ, ഡ്രസ്സ് വാങ്ങണം, വീട്ടിലെ പലതും വാങ്ങണം, കുട്ടികൾ വരും, പുതിയാപ്പിള, അങ്ങനെയൊക്കെ വെച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് വയസ്സായിട്ട് വേണ്ടായിട്ട് അഞ്ഞിപ്പാരിക്കും വേണ്ട എന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താറായിക്കും, ഇനിയിപ്പോഴും അങ്ങ് കൊടുത്തക്ക എന്ന് വിചാരിച്ച് കൊടുക്കുന്നതിനേക്കാൾ കൂലി അപ്പോഴാണ്. മാത്രവുമല്ല, കൂടുതൽ സമ്പത്ത് ആഗ്രഹിക്കുന്ന സമയത്ത്, ദാരിദ്ര്യം വരുമോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് കൊടുക്കണം. ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന ദാനധർമ്മത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട് അല്ലെ. അത് നഫ്സിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, സ്വന്തം ഇഷ്ടത്തെ മറികടന്ന് വേണം നമ്മൾ കൊടുക്കാൻ. ഒരിക്കലും ഇതുപോലെ ഞാൻ ഈ സക്കാത്തിന്റെ ഫണ്ട് ഇടലുണ്ട് കേട്ടോ നമ്മളെ ഗ്രൂപ്പിൽ. സക്കാത്തിന്റെ പൈസ ഞാൻ കൊല്ലം വെച്ചിട്ടാ കൊടുക്കുക, ഒറ്റയടിക്ക് തീർക്കൂല. കാരണം ഓരോ വലിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ഒരു 5 10 കൊടുക്കണേ, അതിന് നല്ല മാത്രമല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പിന്നെ നമ്മൾ ഗ്രൂപ്പിലെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഒരു മിറാക്കിൾ ഉണ്ട് എന്തേനും ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞ് നമുക്ക് എത്രയോ പൈസ അവർ കൃത്യമായിട്ട് സക്കാത്ത് എണ്ണി കണക്ക്, ശമ്പളക്കാരാണ്, എണ്ണി കണക്കാക്കി കൊടുക്കുന്നവല്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണം. ഒരു വർഷത്തെ സക്കാത്തിന് 1,16,000 രൂപ ആയിരുന്നു അവർക്ക് വേണ്ടത്. അപ്പൊ അതെങ്ങനെ കൊടുക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നപ്പോ ഭയങ്കര ടൈറ്റ്, റമദാനാണ്, അപ്പൊ റമദാന് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോ പിന്നെ അവര് പിന്നെ അങ്ങനെ കൊടുക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ, ഒരു കൊല്ലത്തെ സക്കാത്ത് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോ ആരോ പറഞ്ഞു അല്ലെ, ഓരോ കമ്പനി അവര് പിന്നെ ബോണസ് പ്രൊവൈഡ് ചെയ്യുന്ന യാതൊരു കമ്പനി അതുവരെ ബോണസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അല്ലെ, ഈ പ്രാവശ്യം നമ്മുടെ കമ്പനിയിൽ നിന്നും ബോണസ് കിട്ടും അല്ലെ, ഇത്തവണ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെന്ന് അവർ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതാണ്. സുബ്ഹാനല്ലാഹ് എത്ര പറഞ്ഞാലും മതിയാവില്ല ടീച്ചറെ, ലാസ്റ്റ് ഇയർ പിന്നെ ബോണസ് കൊടുക്കുന്ന സിസ്റ്റേ ഇല്ലാത്തൊരു കമ്പനി. അപ്പം ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ പോലെ ഇപ്രാവശ്യം ബോണസ് കൊടുക്കുന്നുണ്ട്, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. അവര്
കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല കേട്ടോ. ആ എംപ്ലോയിനെ ഇൻഫോം ചെയ്തിട്ടില്ല. നമ്മൾ ഇത്ര ഇതിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം അറിയുന്നുമില്ല. അങ്ങനെ ബോണസ് വന്ന് കിടക്കുന്നു, ഇക്ക അറിയുന്നുമില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആരോ പറഞ്ഞു പോയി എടുത്തു നോക്കുമ്പോൾ 5000 ദിർഹംസ് ആണ്. അതായത് ഇന്ത്യൻ മണി വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 11,64,000 രൂപ. സുബ്ഹാനല്ലാഹ്, അവര് വണ്ടറടിച്ചു പോയി. ഓലിക്ക് 11,60,000 രൂപയാണ് സക്കാത്തായിട്ട് വേണ്ടിയത്. ഈ പ്രാവശ്യത്തെ സക്കാത്ത് എന്തിനെങ്കിലും കാര്യമായിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് നിന്നതാണ് അല്ലെ. അങ്ങനെ നിന്ന സമയത്താണ് ഇത്രയും വലിയൊരു സംഖ്യ വരുന്നത്. അതിന്റെ പുറമെ ഒരു 400 രൂപ അള്ളാന്റെ വക ഓഫർ ആയിട്ടു അല്ലെ. അപ്പൊ അത് കേട്ട് അത്ഭുതമായിപ്പോയി. സെയിം എമൗണ്ട് ഉണ്ട്, അള്ളാഹു അതേ എമൗണ്ട് തന്നെ ഇത് എന്താ പറയുക സക്കാത്ത് കൊടുക്കേണ്ട അതേ കറക്റ്റ് എമൗണ്ട് അവരെ ബാങ്കിൽ എത്തിച്ചില്ലേ. അപ്പൊ ഈ പ്രാവശ്യം അവര് വിചാരിച്ച പോലെ തന്നെ റാഹത്തായിട്ട് സക്കാത്ത് കൊടുക്കാനും പറ്റി. അവരാണെങ്കിൽ എള്ള് കീറി മുറിക്കുന്ന പോലെ കീറി മുറിച്ച് കണക്കാക്കി സക്കാത്ത് കൊടുക്കുന്നത്. സക്കാത്ത് അങ്ങനെയാണല്ലോ കൊടുക്കണ്ടേ. അപ്പൊ അത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോ ഒരു 400 രൂപ അധികമല്ലാണ്ട് ഷോർട്ടേജും ഇല്ല. അത്രക്ക് റാഹത്തായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ്. ഇതൊക്കെ അള്ളാന്റെ ഓരോ മിറാക്കിളുകളാണ് അല്ലെ. നമ്മൾ അറിയുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് അതിന് പ്രതിഫലം ലഭിക്കാതില്ലേ. അങ്ങനെ അപ്പൊ ഞാൻ ഈ സ്വതക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. പിന്നെ ദുൽഹിജ്ജയിലെ പിന്നെ വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ചകൾ മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചകളേക്കാൾ ശ്രേഷ്ഠകരമാണ് അല്ലെ. പിന്നെ ഹജർ റഹിമഹുല്ല പറയുന്നു, 2 ശ്രേഷ്ഠതകൾ ഒരുക്കുന്നു. എന്നാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ മികച്ചതാണ്. ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സലഫുകൾ പ്രത്യേകം ഈ മഹത്തായ സുദിനങ്ങളിൽ സലഫുസാലികളായ ആൾക്കാർ ഒരുപാട് മഹത്തുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിമഗ്നനായിരുന്നു എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളും ഇനി അതുപോലെ ആവണം. നമ്മൾ ഈ റമദാന് പോലെ ഒന്നും പിന്നൊരു മാസവും ഇല്ല. അത് ഇപ്പൊ ദുൽഹിജ്ജല്ലേ. ഇനിയിപ്പോ നോമ്പ് പിടിക്കണോ, നോമ്പ് പിടിക്കുന്നവരോട് കച്ചറ കൂടാൻ പോണോ അല്ലെ. അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. ആരാ പറഞ്ഞത് 9 നോമ്പ് പിടിക്കാൻ? അങ്ങനെ ഒരു നോമ്പ് ഉണ്ട്, അതിപ്പം വന്ന നോമ്പല്ലേ, അത് പിടിക്കേണ്ട. അതേസമയം മുഹറത്തിലെ നോമ്പാണെങ്കിലോ കണ്ണടച്ചങ്ങ് പിടിക്കും അല്ലെ. ഇതിന് ഒരുപാട് കൂലി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതൊന്നും ആൾക്കാർക്ക് തലേ കേറൂല അല്ലെ. അപ്പൊ ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ചന്റെ പ്രത്യേകതകൾ കഴിഞ്ഞു. പിന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ സമാഗതമായാൽ വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇസ്തഹദ ജിഹാദൻ ശദീദൻ ഹത്താ മാ യഖദിറു അലൈഹി. അതായത് തനിക്ക് കഴിയില്ല, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു പറയാ, നിനക്ക് കഴിയില്ലാന്ന് തോറുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കുമായിരുന്നു അല്ലെ. അത്രക്ക് ചെയ്യും. നമ്മള് റമദാനിൽ രാത്രി അങ്ങനല്ല, ഉറക്കൊഴിഞ്ഞ് പള്ളിയിലൊക്കെ ഇത്തിക്കാഫിരുന്ന് അങ്ങ് ടയേർഡാവും. എന്നാലും 29ാമത്തെ ദിവസം മാസം കണ്ടിട്ടില്ലെങ്കിൽ ആ 29നും നമ്മൾ വന്ന് പള്ളിയിൽ ഇരിക്കുക ഏതായാലും ആയില്ലെന്ന് വിചാരിച്ചിട്ട് അല്ലെ. അങ്ങനെ ഒരു പറയുന്ന ചെയ്യാനായിട്ട് അമലുകൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയവർക്ക് അള്ളാഹു അങ്ങനെ ഒരു കഴിവും ആരോഗ്യവും നൽകും. അപ്പൊ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് നോക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബി ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിടിക്കാൻ ശ്രമിക്കുക. അത് ആ നോമ്പിനോടൊപ്പം പിന്നെ ദിക്ർ ഒരുപാട്, ആ ദിക്റിനെ കുറിച്ചിട്ടും പിന്നെ മറ്റുള്ള അറഫ ദിവസത്തിന്റെ ദുആകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ്സുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അന്നേരം നിങ്ങൾക്ക് അതും കൂടെ ആക്കാം. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ 10 ദിവസങ്ങൾ നമുക്ക് എന്തെല്ലാം രീതിയിൽ സൽക്കർമ്മം ചെയ്യാൻ വയ്യോ അതൊക്കെ ചെയ്യുക. ഈ ഫോണിൽ തോണ്ടിയിരിക്കലും മറ്റുള്ള അനാവശ്യ സംസാരങ്ങളും മെസ്സേജ് ചെയ്യലും അങ്ങോട്ട് ചെയ്യലും അങ്ങനത്തെ എല്ലാറ്റിൽ നിന്നും മാറി നിന്നിട്ട് ഇബാദത്തുകളിലേക്ക് ഫുള്ള് ഇൻവോൾവ്ഡ് ആവുക. കാരണം കിട്ടാനുള്ള മുഴുവൻ പ്രതിഫലം നേടിയെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മുഴുവൻ പാപമോചനം അറഫാദിനം അതിനു വേണ്ടി അന്നേരം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനോ പുതിയാപ്പിള പിറ്റേ ദിവസം വരുമ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാനോ ഒന്നും അറഫാദിനത്തിൽ മെനക്കെടേണ്ട ആവശ്യം മഗ്‌രിബിന് ശേഷം പറ്റൂട്ടോ. മഗ്‌രിബിന് ശേഷം നമുക്ക് അതിന്റെ സമയം കഴിയല്ലോ. അപ്പൊ ആ അറഫാ ദിനത്തിന് മഗ്‌രിബ് വരെയുള്ള സമയങ്ങളിൽ ദിക്ർ, ദുആ, പിന്നെ തൗബ നമസ്കാരം, ദുആകളിലും പാപമോചന പ്രാർത്ഥനകളിലും ഒക്കെ അങ്ങനെ മെനക്കെട്ട് ആ ഒരു